പൊതു തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് 9 നാൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് നേതാക്കളുടെ വാക്പോര്. പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ എപ്പോഴും വാഗ്ദാനം നൽകി പറ്റിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിപിഐഎമ്മിന് RSSുമായി ധാരണയുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു. മാസപ്പടി കേസിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മാസപ്പടി കേസിൽ ED പിടിമുറുക്കുന്നതിനിടെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. ഇന്നത്തെ ദുരവസ്ഥക്ക് ഇടയാക്കിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന BJP ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ അജണ്ടയാണ്. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അവർ BJPയുമായും RSSുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ്. UDFനെ തോൽപ്പിക്കാൻ വേണ്ടി ചില തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാസപ്പടി കേസിലും സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും ശക്തമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പണം നഷ്ടമായവർക്ക് തിരിച്ചു നൽകുമെന്നും കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി ഇന്ത്യ മുന്നണിക്കായി പ്രവർത്തിക്കുമെന്ന് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് V ഏനാദിമംഗലം പത്രിക പിൻവലിച്ചില്ല. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ച സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.